വേനൽ ചൂടിൽ ഒരു കുളത്തിലോ പുഴയിലോ മുങ്ങി നിവരുമ്പോൾ കിട്ടുന്ന ആശ്വാസം അതിനു പകരം മറ്റൊന്നില്ല. പക്ഷേ ഈ വെള്ളത്തിൽ കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു കൊലയാളി പതിയിരിപ്പുണ്ടെങ്കിലോ, ഒരു വൈറസോ ബാക്ടീരിയയോ അല്ല, ഒറ്റക്കോശമുള്ള ഒരു ജീവി, നമ്മുടെ തലച്ചോറിനെ അക്ഷരാർത്ഥത്തിൽ കാർന്നുതിന്നുന്ന ഒന്ന്. ഇതിന്റെ പേരാണ് നെഗ്ലേറിയ ഫൗളറി, പൊതുവെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് അറിയപ്പെടുന്നത്. ഇത് തെർമോഫിലിക് ജീവിയാണ്. ചൂടുള്ള ശുദ്ധജല തടാകങ്ങൾ, പുഴകൾ, ചൂടുനീരുറവകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാണുന്നത്. വേണ്ടത്ര ക്ലോറിനില്ലാത്ത പൈപ്പ് വെള്ളത്തിലും ചിലപ്പോൾ ഇത് വളരും. ഇതുണ്ടാക്കുന്ന രോഗമാണ് പ്രൈമറി അമീബിക് മെനിംഗോ എൻസെഫലൈറ്റിസ് അഥവാ പാം. ലോകത്തിലെ ഏറ്റവും അപൂർവവും അതേസമയം ഏറ്റവും മാരകവുമായ രോഗങ്ങളിൽ ഒന്നാണ്. അമേരിക്കയിൽ 1962 മുതൽ 2024 വരെ 167 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെട്ടത് വെറും 4 പേർ മാത്രം. ആഗോളതലത്തിൽ ഈ രോഗം ബാധിച്ചാൽ മരണനിരക്ക് 97%-ലധികമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ അസുഖം എങ്ങനെയാണ് പകരുന്നത്? ആദ്യം എങ്ങനെ പകരില്ല എന്ന് മനസ്സിലാക്കാം. ഈ അമീബ അടങ്ങിയ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് അസുഖം വരില്ല. നിങ്ങളുടെ ആമാശയത്തിലെ ആസിഡ് അതിനെ നശിപ്പിക്കും. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയുമില്ല. അണുബാധയ്ക്ക് ഒരേയൊരു വഴി മാത്രമേയുള്ളൂ. അമീബ അടങ്ങിയ വെള്ളം ഏതെങ്കിലും വിധത്തിൽ ശക്തമായി മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ. ഇത് സാധാരണയായി സംഭവിക്കുന്നത് കുളത്തിലോ പുഴയിലോ മുങ്ങാങ്കുഴിയിടുമ്പോഴാണ്. മലിനമായ പൈപ്പ് വെള്ളം ഉപയോഗിച്ച് നേതിപ്പോട്ട് പോലുള്ള നേസൽ റിൻസിംഗ് ചെയ്യുമ്പോഴും ഇത് സംഭവിക്കാം. അമീബ മൂക്കിലൂടെ കയറുമ്പോൾ അത് ഓൾഫാക്ടറി നാഡിയിലൂടെ തലച്ചോറിലേക്കുള്ള പാത കണ്ടെത്തുന്നു. തലച്ചോറിലെത്തിയ നിമിഷം മുതൽ അമീബ വേഗത്തിൽ പെരുകുന്നു. അത് ഫുഡ് കപ്പുകൾ ഉപയോഗിച്ച് മസ്തിഷ്ക കോശങ്ങളെ അലിഞ്ഞു നശിപ്പിക്കുന്നു. നമ്മുടെ പ്രതിരോധ സംവിധാനം അതിനെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ വീക്കവും രക്തസ്രാവവും ഉണ്ടാകുന്നു. ലക്ഷണങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങും. തലവേദന, പനി, ഛർദി, തുടർന്ന് കഴുത്തുമുറുകൽ, ആശയക്കുഴപ്പം, അപസ്മാരം, കോമ. തലച്ചോറ് അപകടകരമായി വീർക്കുകയും ലക്ഷണങ്ങൾ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുകയുമാണ്. അടുത്ത കാലത്ത് കേരളത്തിലും പാം രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനൌദ്യോഗിക കണക്കനുസരിച്ച് 2025 ഒക്ടോബർ വരെയായി 100-ലധികം കേസുകളും 20-ലധികം മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും രോഗം തിരിച്ചറിയുന്നതിൽ കാലതാമസമാണ് മരണനിരക്ക് ഉയരാനുള്ള കാരണം. ആദ്യ ലക്ഷണങ്ങൾ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിനോട് സാമ്യമുള്ളതിനാൽ ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ വൈകാറുണ്ട്. രോഗം സ്ഥിരീകരിക്കാൻ നട്ടലിൽ നിന്നുള്ള ദ്രാവകം CSF പരിശോധിച്ച് അമീബയെ മൈക്രോസ്കോപ്പിലോ PCR ടെസ്റ്റിലോ കണ്ടെത്തണം. അതിനായി ഡോക്ടർ ചോദിക്കേണ്ടത് ഒരു ചോദ്യം മാത്രം: അടുത്തിടെ കുളത്തിലോ പുഴയിലോ മുങ്ങിയോ? ചികിത്സയ്ക്ക് ഒറ്റമൂലിയില്ല. ആംഫോടെറിസിൻ B, മിൽറ്റഫോസിൻ മുതലായ മരുന്നുകളുടെ കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ കണ്ടെത്തി ഈ മരുന്നുകൾ നൽകി ചികിത്സിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. കേരളം ഇപ്പോൾ ഈ രോഗത്തെ നേരത്തെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതുമൂലം മരണനിരക്ക് ഗണ്യമായി കുറയുന്നുവെന്നത് ആരോഗ്യ വിഭാഗം സൂചിപ്പിക്കുന്നു. 97% മരണനിരക്ക് ഭയപ്പെടുത്താമെങ്കിലും ഈ രോഗം 100% തടയാനാവും. നിങ്ങൾ നീന്തുമ്പോൾ മൂക്ക് അമർത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പ് ധരിക്കുക. തല വെള്ളത്തിനു മുകളിൽ വെച്ച് നീന്തുക. കുളത്തിന്റെ അടിയിലെ ചെളി ഇളക്കാതിരിക്കുക. മൂക്ക് വൃത്തിയാക്കുമ്പോൾ നേതിപ്പോട്ട് അല്ലെങ്കിൽ മതപരമായ ശുദ്ധീകരണത്തിനായി പൈപ്പിലെ വെള്ളം നേരിട്ട് ഉപയോഗിക്കരുത്. 3 സുരക്ഷിത മാർഗങ്ങൾ. വെള്ളം 1 മുതൽ 5 വരെ മിനിറ്റ് തിളപ്പിച്ച് തണുപ്പിക്കുക. ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ സ്റ്റെറൈൽ വെള്ളം വാങ്ങി ഉപയോഗിക്കുക. 1 മൈക്രോൺ അല്ലെങ്കിൽ NSF 53 ഫിൽറ്റർ ഉപയോഗിക്കുക. ഈ ചെറിയ ജാഗ്രത മതി ജീവൻ രക്ഷിക്കാൻ. നെഗ്ലേറിയ ഫൗളറി പ്രകൃതിയിലെ ഏറ്റവും അപൂർവമായും മാരകമായുമുള്ള ജീവികളിൽ ഒന്ന്. പക്ഷേ അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. എവിടെയാണ് ഇത് ജീവിക്കുന്നത്? എങ്ങനെയാണ് ആക്രമിക്കുന്നത്? എങ്ങനെ തടയാം? എല്ലാം നമുക്കറിയാം. നാം നിസ്സഹായരല്ല. ജാഗ്രതയാണ് നമ്മുടെ കവചം. നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഈ വിവരം പങ്കുവയ്ക്കൂ. കാരണം അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം.